പിണറായി വിജയൻ ആഡംബരഭ്രമമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ. വിദേശയാത്രകളിൽ ഒറ്റ രാത്രി താമസത്തിന് മുടക്കിയിരുന്നത് 4 മുതൽ 5 ലക്ഷം രൂപ വരെ. ഇരട്ടച്ചങ്ങൻ തന്നെ. കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി. സ്വഭാവം പകലും രാവും പോലെയല്ല, പകലും വർഷവും പോലെ. ഇങ്ങനെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ വീണ്ടും നടത്തിയിരിക്കുകയാണ് 2020 സ്ഥാപകനായ സാബു ജേക്കബ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിവിധ പദ്ധതികൾ ഏതൊക്കെ കേരളത്തിന് വേണമെന്ന് തീരുമാനിച്ചിരുന്നത് അന്നത്തെ മന്ത്രിസഭയല്ല. ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെ ചങ്കായിരുന്ന പിന്നെ ബദ്ധശത്രുവായി മാറിയ 2020 സ്ഥാപകനും കിറ്റക്സ് MDയുമായ സാബു എം ജേക്കബ്. സാബു പറയുന്നത് കേട്ടാൽ ഇതാണോ പിണറായി, ഇങ്ങനെയായിരുന്നോ അന്നത്തെ CPM ഭരണമെന്ന് തോന്നിപ്പോവും. 2016-21 കാലയളവിൽ പിണറായി സർക്കാർ നടപ്പാക്കിയ 80% പദ്ധതികളും തൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങളാണെന്നും അക്കാലയളവിൽ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി ഈ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടായിരുന്നെന്ന് സാബു ജേക്കബ് ഒരു അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തിയത്. പിണറായി വിജയന്റെ ആഡംബര ജീവിതമാണ് തന്നെ അദ്ദേഹത്തിൽ നിന്നും അകറ്റിയതെന്ന് വീണ്ടും ഒരു ബോംബ് കൂടി പൊട്ടിച്ചിരിക്കുന്നു സാബു ജേക്കബ്. ഇരട്ടച്ചങ്കൻ എന്ന വിശേഷണത്തിന് ഒരു പരിധിവരെ സത്യമുണ്ടായിരുന്നെന്നും സാബു ജേക്കബ് തുറന്നു പറയുന്നു. പിന്നെ പിണറായിയുടെ സ്വഭാവം അത് പകലും രാവും പോലെയല്ല, പകലും വർഷം പോലെ മാറിപ്പോയെന്നും സാബു പറയുന്നു. 1 മാസം മുമ്പാണ് പിണറായി വിജയന്റെ ഒരു കാലത്തെ സന്തത സഹചാരിയായിരുന്ന സാബു എം ജേക്കബ് തുറന്നടിച്ചത് കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയാണ് പിണറായി വിജയനെന്ന്. അതും അല്ലപ്ര മട്ടമ്മയിൽ വെച്ച്, വെങ്ങോല പഞ്ചായത്ത് ഇലക്ഷൻ കൺവെൻഷനിൽ വെച്ച്. അതൊക്കെ ശരിയുമാണ്. കഴിഞ്ഞ തവണ ന്യൂനപക്ഷ പ്രീണനം നടത്തിയ പിണറായി അതിൻ്റെ ഭാഗമായി ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചു. ഇത്തവണ ഭൂരിപക്ഷ പ്രീണനം നടത്താൻ ആഗോള അയ്യപ്പ സംഗമം നടത്തി. സ്വർണ്ണക്കടത്തിൻ്റെയും മാസപ്പടിയുടെയും ഹവാലയുടെയും പേരിൽ പിണറായി വിജയനും കുടുംബങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ തന്നെയാണ്. ഇത് ഒതുക്കി തീർക്കാൻ BJP നേതാക്കളുടെ പിറകെ നടക്കുകയാണ് പിണറായിയും മരുമകനും. ഇവരാണ് 2020 പാർട്ടിയെ സ്വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ വിഷമായി ചിത്രീകരിക്കുന്നത്. CPM ഉദ്ദേശിക്കുന്ന വർണ്ണക്കടലാസ് സ്വർണത്തിൻ്റെതാകും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരം കൈവശമുള്ള പാർട്ടിയാണ് CPM എന്നും സാബു ജേക്കബ് അന്ന് പറഞ്ഞിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് താൻ നൽകിയ ആശയങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും താൻ നിർദ്ദേശിച്ച പദ്ധതികളാണ് അന്നത്തെ സർക്കാർ നടപ്പാക്കിയതെന്നും ഇപ്പോൾ സാബു ജേക്കബ് അവകാശപ്പെടുന്നു. തന്റെ പിതാവിന്റെ കാലം മുതൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും ബന്ധമുണ്ടായിരുന്നു. 2005-ൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതലാണ് വ്യക്തിബന്ധം ആരംഭിച്ചത്. ചികിത്സയ്ക്കായി അദ്ദേഹം വീട്ടിലെത്തിയപ്പോഴാണ് അടുപ്പത്തിലായതെന്നും സാബു ജേക്കബ് ഓർത്തെടുത്തു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് പിണറായിക്കൊപ്പം കൂടിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ആർഭാട ജീവിത രീതിയാണ് താനുമായുള്ള അകൽച്ച വർദ്ധിപ്പിച്ചത്. പല വിദേശയാത്രകളിലും പിണറായി വിജയനൊപ്പം താനും ഉണ്ടായിരുന്നു. താനില്ലാതെ അദ്ദേഹം വിദേശയാത്രകൾ നടത്തിയിട്ടില്ലെന്ന് തന്നെ പറയാമെന്നും സാബു ജേക്കബ് അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ സ്വഭാവത്തിൽ പിന്നീട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. കുടുംബത്തോടുള്ള അമിത വാത്സല്യവും വർദ്ധിച്ചു. വിദേശയാത്രകളിൽ മുഖ്യമന്ത്രിയുടെ ജീവിതം ആർഭാടം നിറഞ്ഞതായി മാറിയെന്നും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ആർഭാടമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ പിണറായി വിജയൻ തന്നെയാണെന്നും സാബു പറയുന്നു. ഇത്തരം കാര്യങ്ങളിലുള്ള തൻ്റെ അഭിപ്രായങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ പലപ്പോഴും മുഖ്യമന്ത്രി മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം പകലും രാവും പോലെയല്ല, പകലും വർഷവും പോലെ മാറിപ്പോയെന്നുമാണ് സാബു ജേക്കബ് ഓർത്തെടുത്തത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും പിണറായിയുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് താൻ മുതിർന്നിട്ടില്ലെന്നും സാബു വ്യക്തമാക്കി. ആശയങ്ങളൊക്കെ വാരിക്കോരി കൊടുത്തെങ്കിലും എന്നാൽ ആർഭാട ജീവിതമാണ് അദ്ദേഹത്തെ തന്നിൽ നിന്നും അകറ്റിയത്. കേരളം കണ്ട ഏറ്റവും ആർഭാടമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ആരെന്ന് ചോദിച്ചാൽ താൻ പറയും പിണറായി വിജയനെന്ന്. അതുകൊണ്ടാണല്ലോ ഒറ്റ രാത്രി താമസിക്കാൻ 4 മുതൽ 5 ലക്ഷം രൂപ വരെ മുടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനും താനും തമ്മിലുള്ള അകൽച്ച ഓരോ ദിവസവും വർദ്ധിച്ചതെന്നും സാബു ജേക്കബ് തുറന്നു പറയുന്നു.